ആൺകുട്ടികൾ മാത്രം നിൽക്കുന്ന ഒരു മേഖലയിലേക്ക് പെട്ടെന്നൊരു പെൺകുട്ടി കടന്നു വന്നു കഴിഞ്ഞാല് എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ആലോചിച്ച് തല പുണ്ണാക്കണ്ട, ഞാൻ പറഞ്ഞുതരാം. ആൺകുട്ടികളെ പോലെ തന്നെ വണ്ടി ഓടിക്കുന്നു, കാർ ഓടിക്കുന്നു, ബസ് ഓടിക്കുന്നു, ലോറി ഓടിക്കുന്നു, വണ്ടി പണിയുന്നു, വണ്ടി സ്ക്രാപ്പ് ചെയ്യുന്നു, വണ്ടി സെയിൽ ചെയ്യുന്നു. ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ സൊസൈറ്റിയിൽ വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കില് ഒരുപാട് ആൾക്കാര് നമുക്ക് ചുറ്റും നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യാനായിട്ട് കുറെ ആൾക്കാരുണ്ടാവും. അതെന്തിനാന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ. 2019 ഞാൻ കാറിന്റെയും ബൈക്കിന്റെയും ലൈസൻസ് എടുത്ത സമയത്ത് ഞാൻ ഒരിക്കലും വിചാരിച്ചൊരു കാര്യമില്ല. ഇതുപോലെ തന്നെ എനിക്ക് ഹെവി ലൈസൻസ് എടുക്കാൻ പറ്റുമെന്നും, അതുപോലെ തന്നെ ബസ് ഓടിക്കാൻ പറ്റുമെന്നും, ലോറി ഓടിക്കാൻ പറ്റുമെന്നൊക്കെ ഞാൻ ഒരിക്കലും വിചാരിച്ചൊരു കാര്യമല്ല. പക്ഷെ ഞാൻ എൻ്റെ ഡ്രീംസിനെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ട്ടോ. അത് മാത്രമല്ല, ഞാൻ പല വണ്ടികളുടെ ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും, ഫോട്ടോയിലൂടെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും, അതൊക്കെ എൻ്റെ ലൈഫിൽ എനിക്ക് ഓടിക്കാൻ പറ്റുമെന്ന് പോലും ഞാൻ വിചാരിച്ച കാര്യമേ അല്ല. പക്ഷേ ഞാൻ ആഗ്രഹിച്ച ഒരുപാട് വണ്ടികൾ എനിക്ക് ഓടിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ലാസ്റ്റായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാലോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ കൊണ്ട് ഒന്നും പറ്റില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കേ. പിന്നെ എനിക്ക് നിങ്ങളോട്, കാണുന്ന ആൾക്കാരോട് എനിക്ക് പറയാനായിട്ടുള്ള ഒരൊറ്റ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പോലും ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ ഒരിക്കലും വിമർശിക്കരുത്. എനിക്കത് മാത്രമേ പറയാനായിട്ടുള്ളൂ.